ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ കമ്പനി ബോർഡ് ഏജൻസിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വരാൻ പോവാണ്. 2 ദിവസം കൂടെ നമുക്ക് വരുന്നുള്ളൂ അല്ലേ? 13 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, മാസം അവസാനം നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വരികയാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾ നമുക്ക് ഈ പറഞ്ഞാൽ കമ്പനി ബോർഡ് ഏജൻസി അറിയാമല്ലോ, നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കുമോ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ? നമുക്കറിയാലോ എല്ലാ ക്വാളിഫിക്കേഷനും വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഈ തവണ വരുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ്റെ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ വേക്കൻസീസ് അതിനനുസരിച്ച് വരുന്നുണ്ടോ? വേക്കൻസീസ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര വേക്കൻസീസ് ഈ വർഷം വരുമോ? ഇല്ലെങ്കിൽ ആവറേജ് എത്രയാണ് ഈ ഒരു കമ്പനി ബോർഡിന്റെ നമ്മുടെ ലിസ്റ്റിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും എല്ലാം പോകുന്നത്? ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഏതൊക്കെ മേഖലകളിലേക്ക് അപ്പോയിന്റ്മെന്റ് നടക്കുന്നു, അതേ തന്നെ ഇയർലി നടക്കുന്ന ഇത് വേക്കൻസീസും കാര്യങ്ങളും വരുമ്പോൾ എത്രത്തോളം മെയിൻ ലിസ്റ്റിൽ നിന്ന് പോകുന്നു എന്നുള്ളതെല്ലാം നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം അല്ലെ? അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓൾറെഡി നമുക്ക് അറിയാമല്ലോ, മറ്റേതുപോലെ നമുക്ക് 2 ലിസ്റ്റ് ആയിട്ട് അല്ലെ, കമ്പനി ബോർഡ് വേറെ കോർപ്പറേഷൻ വേറെ, ആ രീതിയിൽ 2 വിജ്ഞാപനം നമുക്ക് വരാറില്ല, 2 നോട്ടിഫിക്കേഷൻ വരാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റും എന്ത് തന്നെ ആയിരിക്കും, റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് എന്തേ വരുന്നുള്ളൂ, കോമൺ ആയിരിക്കും അല്ലെ? നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പനീസ് ആണെങ്കിലും ബോർഡാണെങ്കിലും അതുപോലെ കോർപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ്, ഒറ്റ റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത് അല്ലേ? നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അറിയാം കേസ് എങ്ങനെയാണ് വരുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആണ്. കമ്പനി ബോർഡ് നമുക്ക് ഒരു ലിസ്റ്റ് വരും, അതുപോലെ തന്നെ കോർപ്പറേഷൻ നമുക്ക് എന്ത് വരും, സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആണ്, അതുപോലെ തന്നെ സെപ്പറേറ്റ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റും ഉണ്ടാവും. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഈ 3 കാര്യങ്ങൾക്കും എന്താണ്, കോമൺ ആണ്. നമുക്ക് അഡ്വൈസ് ഒരെണ്ണം വരുന്നത് പോലെ തന്നെ റാങ്ക് ലിസ്റ്റും എല്ലാത്തിനും വേണ്ടി എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും വരുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ മുൻഗണനാക്രമത്തിലും ആയിരിക്കും അല്ലെ? നമുക്ക് ചോയ്സ് എന്ന് പറയുന്ന സാധനമില്ല. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ മുൻഗണനാ ക്രമം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് എത്രാമതാണോ എവിടെയാണോ വേക്കൻസി വരുന്നത് അതനുസരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളെല്ലാം നടക്കും. അപ്പൊ നമുക്ക് വരുന്നതല്ലേ, ഞാനിപ്പോൾ കുറച്ച് കോർപ്പറേഷൻസ് അല്ലേ, ഈ പറഞ്ഞ KSF വരാറുണ്ട്, അതുപോലെ നമ്മുടെ KFC വരാറുണ്ട്, മലബാർ സിമെന്റ്സ് വരാറുണ്ട്, കെൽട്രോൺ, KSEB, ഇങ്ങനത്തെ KTDC, ഇങ്ങനെ ഒരുപാട് ഇപ്പൊ തന്നിരിക്കുന്ന മാത്രമല്ല കോമൺ ആയിട്ടുള്ള എന്തുണ്ട്. ഇതുപോലെ കോർപ്പറേഷൻസ് ബോർഡ്സ് എല്ലാത്തിലേക്കുമുള്ള കോമൺ ആയിട്ടുള്ള എക്സാം ആണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, എഴുതാനായിട്ട് പോകുന്നത്. പ്രിലിംസ് ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ ഇതുവരെ കൺഫർമേഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 90% പ്രിലിംസ് ഇല്ലാതിരിക്കാൻ തന്നെയാണ് നിലവിൽ നമുക്ക് എന്ത് ചാൻസ് അല്ലെ? കാര്യം നമുക്ക് ഈ പറഞ്ഞ ഡിഗ്രി എക്സാംസിന് വെച്ച് ബാക്കി ഒന്നിന് നിലവിൽ അങ്ങനെ പ്രിലിംസ് വരാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വേണ്ട, അങ്ങനെ ടെൻഷൻ തൽക്കാലം നമ്മളിപ്പോൾ നിൽക്കട്ടെ. എന്തായാലും നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രിലിംസ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രത്യേക വിഷയമല്ല അല്ലെ? നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രിലിംസിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഒരു പഠിത്തം, നമുക്കൊരു ടാസ്ക് ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും വരത്തില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. നമ്മളെപ്പോഴും പ്രിലിംസിന്റെ അല്ലല്ലോ, നമ്മളെപ്പോഴും മെയിൻസ് ഓറിയന്റഡ് ആണ് പഠിക്കേണ്ടത്. സോ ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടെൻഷനായിട്ട് എന്ത് ചെയ്യേണ്ട, വരേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ട് ആയിരിക്കും, എത്ര പേര് അപ്ലൈ ചെയ്യും? ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7th ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഡിഗ്രി ലെവൽ ഉള്ളവർക്ക് വരെ എഴുതാനായിട്ട് പറ്റുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ LGS എക്സാം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രാജുവേറ്റ്സിന് എഴുതാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം ആപ്ലിക്കൻസ് വരും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് വേക്കൻസീസ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 8.5 lakhs ആയിരുന്നു നമുക്ക് എന്ത് വന്നിരുന്നത്, ആപ്ലിക്കൻസ് വന്നിരുന്നത് അല്ലേ? അതായത് 8 lakhs അബവ് നമുക്ക് എന്ത് വന്നിരുന്നു, കഴിഞ്ഞ തവണ ആപ്ലിക്കൻസിന്റെ എണ്ണം വന്നിരുന്നു. 8 ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് ലാസ്റ്റ് കമ്പനി ബോർഡ് LGS എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പോഴാണെങ്കിലും PSCയുടെ ഒരു കണക്കുകളും കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ PSC ഈ വർഷം എന്ത് ചെയ്യുന്നതാണ്, ഒരു 8 to 8.5 lakhs റേഞ്ചിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കൻസിന്റെ എണ്ണം അല്ലെ? ഇത്രയും ആളുകളുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഈ വർഷവും വരും എന്ന് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, PSC എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത്രയും ഒരു വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും എന്താണ് നമുക്കറിയാലോ, എല്ലാ ലെവലും 7th ലെവൽ വരുമ്പോഴത്തേക്ക് ഡിഗ്രി ലെവൽ വരെ എഴുതാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണവും എന്തായിരിക്കും, അത്രയും കൂടുതലായിരിക്കും. അപ്പോൾ ആപ്ലിക്കൻസിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറയും എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കേണ്ട. ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ കാണും, ഒരുപാട് പേര് എക്സാം എന്ത് ചെയ്യും, എഴുതുകയും ചെയ്യും. പക്ഷേ അത്രയും പേരെ എഴുതിയെന്ന് വെച്ചാലും അവിടെ അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വേക്കൻസി ഉണ്ടോ? അതായത് ആളുകൾ കൂടി എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ അത്രയും കൂടുവോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത അത്രയും കുറയുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഒന്ന് നോക്കാം. അപ്പൊ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിന്നും ഇതുവരെ 2426 അഡ്വൈസ് ആണ് ലാസ്റ്റ് പോയിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ മാസമാണ് അല്ലെ? നമുക്ക് ലാസ്റ്റ് സെപ്റ്റംബറിലാണ് ലാസ്റ്റ് അഡ്വൈസ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. അതനുസരിച്ച് 2426 വേക്കൻസീസ് ആണ് എന്ത് ചെയ്യുന്നത്, പോയിരിക്കുന്നത്. ഈ 2426 വേക്കൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, 2025 ആയിട്ടേ ഉള്ളൂ. നമുക്ക് എന്ന് വരെ ലിസ്റ്റ് ഉണ്ട്, നമുക്ക് 2027 വരെ ലിസ്റ്റ് ഉണ്ട്. 2027 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ 1.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 1.5 വർഷം ആയപ്പോൾ തന്നെ നമുക്ക് പോയിരിക്കുന്ന ലിസ്റ്റുകളുടെ അഡ്വൈസുകളുടെ എണ്ണം നോക്കുക. 2426 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. ഇനിയും കിടക്കുകയാണ് അല്ലെ? ഇനി ഓൾമോസ്റ്റ് 1 വർഷത്തിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 1 ഇയർ കൂട്ടാം, 1 ഇയറും കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനകത്ത് ഇനിയും എന്ത് ചെയ്യും, അഡ്വൈസേഴ്സ് പോകും. അപ്പൊ ഇനി നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പൊ എങ്ങനെ പോയാലും നമുക്കൊരു 3000 വേക്കൻസി ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടുത്ത ലിസ്റ്റ് വന്നാലും നമുക്കൊരു 3000+ വേക്കൻസീസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഓക്കെ, 3000+ വേക്കൻസീസ് നമുക്ക് എന്താണ്, ഷുവർ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു മടിയും കാര്യങ്ങളും ഒന്നും വേണ്ട. നിലവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന വേക്കൻസീസും കാര്യങ്ങളും അനുസരിച്ച് പ്രത്യേകിച്ച് എന്താണ്, ഇനിയാണെങ്കിൽ നമുക്ക് ഈ കമ്പനി ബോർഡ് വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് ഫ്രഷ് വേക്കൻസീസ് വരും അല്ലേ. ഫ്രഷ് വേക്കൻസീസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ബിറൈസലിലേക്ക് എഴുതുമ്പോൾ പ്രധാനമായിട്ട് ഇല്ലാത്തത് ഈ ഒരു ഫ്രഷ് വേക്കൻസീസിന്റെ കുറവാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു വിഷയം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ, ആ ഒരു ടെൻഷൻ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നതിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഈ 8 lakhs അബവ് ആൾക്കാർ എഴുതി എന്ന് പറഞ്ഞാലും മെയിൻ ലിസ്റ്റിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു അത്രയും പേരെ കണക്ക് കൂട്ടിയാലും നമുക്ക് എന്താണ്, ഒരു 3000+ അഡ്വൈസസ് പോകും അല്ലെ. ഒരു 3000+ അഡ്വൈസസ് എന്തായാലും പോയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം അല്ലെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ 3000+ വേക്കൻസീസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷൻ വേണ്ട. അപ്പോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. നമ്മൾ ഈ പറയുന്ന പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിഗ്രി ലെവൽ പോലെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് ഇതിൻ്റെത്, കമ്പനി ബോർഡ് എൽജിഎസിൻ്റെ അല്ലേ. ഓഫ് കോഴ്സ് പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷേ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനനുസരിച്ചുള്ള വേക്കൻസീസും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഫർട്ട് ഇടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. എത്ര പേര് എഴുതുന്നു അല്ലെങ്കിൽ എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടിയോ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളെ ബാധിക്കേണ്ട കാര്യമില്ല. വേക്കൻസീസ് ഉണ്ട്, പഠിക്കുക, നന്നായിട്ട് എഫർട്ട് എടുക്കുക. പഠിച്ചു തുടങ്ങാൻ ടൈം ആയോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് പഠിച്ചു തുടങ്ങാനായിട്ട് ടൈം ആയിട്ടുണ്ട്. നമുക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അഡ്വൈസ് വരികയാണ്. നമുക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നോട്ടിഫിക്കേഷൻ വരികയാണ്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് പഠിച്ചു തുടങ്ങുക. നമ്മൾ സിലബസ് വെച്ച് തന്നെ പഠിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പ്രിലിംസ് എന്നുള്ള കാര്യം അവിടെ നിന്നോട്ടെ. നിങ്ങൾ മെയിൻസ് ഓറിയന്റഡ്, മെയിൻസിന്റെ സിലബസ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചോണം. സിലബസിൽ ചേഞ്ചസ് ഒന്നും കാര്യങ്ങളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്ഡേറ്റഡ് സിലബസ് വരാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ട്രക്ചേർഡ് ആയിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ട്, അടുക്കും ചിട്ടയോടെ അല്ല നിങ്ങൾ പഠിക്കുന്നത്, ഇങ്ങനത്തെ എന്തെങ്കിലും കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠനം തുടങ്ങാനായിട്ട് നമ്മുടെ പുതിയ ബാച്ച്, കമ്പനി ബോർഡ് എൽജിഎസിന്റെ ബാച്ച് ASLB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയാമല്ലോ, ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ഇത്രയും നാൾ പറഞ്ഞതുപോലെ ഓൾറെഡി ഇവിടുത്തെ ക്ലാസ്സുകളും കാര്യങ്ങളും കാണുന്നവരാണെന്നുള്ള നമുക്കറിയാം. വളരെ ഈസി ആയിട്ട് ടോപ്പിക് കവറേജ് മാക്സിമം നേരത്തെ കവർ ചെയ്ത് തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയായിരിക്കും ക്ലാസ് പോവുക. പ്രിലിംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ടെൻഷൻ ആവേ ഇല്ല. അതിനകത്ത് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കൃത്യമായിട്ടുള്ള പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്റ്റഡി കൺവീനിയൻസ് അനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് മെന്റേഴ്സ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ SCRT ക്ലാസ്, ഇപ്പൊ ന്യൂ SCRT ഒക്കെ വന്നതിന്റെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. SCRT ഓറിയന്റഡ് ഉള്ള ക്ലാസ്സുകളെല്ലാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനകത്ത് ഒരു ടെൻഷൻ വേണ്ട. അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിലും കിട്ടും. അതിന്റെ ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട. കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ലെവലും ഇതിന്റെ ഭാഗമായിട്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക. പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. പഠിച്ചു തുടങ്ങാൻ ടൈമായി. ഓക്കെ, പഠിച്ചു തുടങ്ങിയാൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയാറുള്ള പോലെ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയുന്ന സാധനമല്ല. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുന്ന വളരെ ചില പോസ്റ്റുകളൊന്നാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽജിഎസ് എന്ന് പറയുന്നത്. സോ ടൈം കളയാതിരിക്കുക, പഠിച്ചു തുടങ്ങുക. വേക്കൻസീസ് 3000+ വേക്കൻസീസ്, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അതിൽ നമ്മൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലേക്കുള്ള മൈൻഡോട് കൂടി തന്നെ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലെല്ലാം നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട PYQs കാര്യങ്ങളും എല്ലാം, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയുക. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ട അടുത്ത വീഡിയോയിൽ കാണാം. സോ ടാറ്റാ, ബൈ ബൈ.